പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ച ദൌത്യമാണ് ഏറെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം വീണ്ടും പുനരാരംഭിച്ചത്. തെരച്ചിൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം രാത്രിയോടെ അവസാനിച്ചു. ഉന്നതതല യോഗത്തിലാണ് തെരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. കാർവാറിലാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ, കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഉന്നതതല യോഗം നടന്നത്. ഗംഗാവലി പുഴയിൽ നാവികസേന പരിശോധന നടത്തുന്നുണ്ട്. ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സോണാർ പരിശോധനയും നടത്തും. ഇതിനായി ഇന്നലെ വൈകിട്ട് നാവികസേനാ സംഘം ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തിയിരുന്നു. നേരത്തെ മാർക്ക് ചെയ്ത 2 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാകും പരിശോധന. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് 3 നോട്ട്സിൽ താഴെ എത്തിയതിനാലാണ് ദൌത്യം പുനരാരംഭിക്കുന്നത്. പുഴയിലെ ഒഴുക്ക് പരിശോധിച്ചായിരിക്കും തിരച്ചിൽ സംബന്ധിച്ച തീരുമാനമെടുക്കുക. നേരത്തെ 4 പോയിന്റുകളിലാണ് ട്രക്കിന്റെ സ്ഥാനം സംബന്ധിച്ച് സാധ്യത കണ്ടെത്തിയത്. എന്നാൽ പുഴയിലെ ശക്തമായ അടിയൊഴുക്കിൽ ട്രക്കിന്റെ സ്ഥാനം മാറാൻ സാധ്യതയുണ്ട്. ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താനാണ് നാവികസേന വീണ്ടും പരിശോധനയ്ക്കിറങ്ങുന്നത്. പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ദൌത്യം പുനരാരംഭിച്ചത്. നേവിയുടെ നേതൃത്വത്തിൽ മാത്രമായിരിക്കും ഇന്നത്തെ പരിശോധന. ദൌത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുന്റെ കുടുംബം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി രംഗത്തു വന്നിരുന്നു. തെരച്ചിൽ ആരംഭിച്ചില്ലെങ്കിൽ ഷിരൂരിൽ കുടുംബം ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്നാണ് കുടുംബം പ്രതികരിച്ചത്. തെരച്ചിൽ ആരംഭിക്കാൻ കേരള സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കിയതിനിടെയാണ് നാവികസേനയുടെ പരിശോധന. നിലവിൽ കർണാടക സർക്കാർ പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും കേരള സർക്കാർ സമ്മർദ്ദം തുടരുന്നുണ്ടെന്നുമാണ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചത്. തെരച്ചിൽ തുടരുമെന്ന് കർണാടക ഉറപ്പു നൽകിയിട്ടുണ്ട്. അർജുന്റെ കുടുംബത്തിന്റെ ആശങ്ക കർണാടക മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.